ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. നേരം പരപരാ വെളുക്കുന്നേ ഉള്ളൂ കേട്ടോ. വെളുപ്പിന് ഒരു 5:45 സമയമാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു സ്ഥലത്ത് പോവാണ് കേട്ടോ. അപ്പോൾ പൊന്നുകുട്ടി ശബരിമലയിലൊക്കെ പോകാൻ മാലയിട്ടിരിക്കുകയാണ്. രാകേഷണ്ണും ശബരിമലയിൽ പോകാൻ മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിർബന്ധമാണ് കുറച്ച് അമ്പലങ്ങളിൽ പോകണം. അവിടെ പോയി അവരെല്ലാവരെയും കണ്ട് അനുഗ്രഹം വാങ്ങിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, നിർബന്ധവുമാണ് കേട്ടോ. അങ്ങനെ ദേ നേരമൊക്കെ വെളുത്ത് വരുന്നുണ്ട്. ഇതിനു മുമ്പും പോയ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞ കൊല്ലം വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ ട്രെയിനാണ് പോകുന്നത്. ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഹരിപ്പാടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ കയറിയപ്പോൾ തന്നെ സീറ്റ് കിട്ടി. ചേച്ചി അനിയനും കൂടെ ട്രെയിനിലിരുന്ന് ഭയങ്കര കളിയായിരുന്നു. എന്താ സ്നേഹം രണ്ടുപേരും. ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വീട്ടിലും രണ്ടുപേരും, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വല്ലോ ഒരു ചെറിയ അടിവല്ലോ ഉണ്ടായാലേ ഉള്ളൂ, പെട്ടെന്ന് മാറുകയും ചെയ്യും കേട്ടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. കുഞ്ഞി കണ്ണനല്ലേ, കുഞ്ഞി പൊന്നുമല്ലേ, എന്തടി ഉണ്ടാക്കാനല്ലേ ഇവർ തമ്മിൽ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കളിക്കുന്നതൊക്കെ ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്നവരൊക്കെ നോക്കി ചിരിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. നമുക്ക് ട്രെയിനിലൊന്നും പോകുമ്പോൾ അങ്ങനെ ബോറടിക്കത്തില്ല ഈ രണ്ട് പേരുള്ളത് കൊണ്ട്. പിന്നെ പെട്ടെന്ന് എത്തുകയും ചെയ്തു കേട്ടോ. 6 മണിക്കൊക്കെ ആയിരുന്നു ട്രെയിന്. ഞങ്ങളൊരു 7:15 ആയപ്പോൾ എത്തി കേട്ടോ. 6:45 ആയപ്പോൾ എത്തി കേട്ടോ. പെട്ടെന്ന് എത്തി നമ്മുടെ ഹരിപ്പാട്. ഒന്ന് വെട്ടമൊക്കെ വീണ് വന്നപ്പോഴത്തേക്കും നമ്മളെത്തി. അതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ. കാരണം ഇത്രയും നേരത്തെ ട്രെയിനുള്ളതുകൊണ്ട് നമുക്ക് രാവിലെ മണ്ണാറശാലയിലെത്താം. ഞങ്ങൾ ഹരിപ്പാട് മണ്ണാറശാലയിലാണ് കേട്ടോ വരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ചധികം ദൂരം പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് നടക്കണമായിരുന്നു. അത്രയും ദൂരം ഞങ്ങൾ നടന്നു വന്നു. അങ്ങനെ ബസ്സും കാത്ത് നിൽക്കുകയാണ്. കുറച്ചധികം നേരം ബസ് കാത്ത് നിൽക്കേണ്ടി വന്നു. നമ്മുടെ കണ്ണൻകുട്ടൻ ഭയങ്കര വഴക്കായിരുന്നു. കാല് വേദനിക്കുന്നു, കൈ വേദനിക്കുന്നു, എനിക്ക് നടക്കാൻ വയ്യമ്മേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ വന്നത്, പ്രൈവറ്റ് ബസ്സിലായിരുന്നു വന്നത്. അങ്ങനെ ഞങ്ങൾ മണ്ണാറശാലയിലെത്തി. വർഷത്തിലൊരിക്കൽ എനിക്ക് ഇവിടെ വന്ന് ഈ ഭഗവാന്മാരെയൊക്കെ കണ്ട് തൊഴുതില്ലെങ്കിൽ ഒരു സമാധാനമില്ല സത്യം പറഞ്ഞാൽ. അമ്മയെ കാണാനായിട്ട് കഴിഞ്ഞില്ല കേട്ടോ. ഇപ്പോൾ 2 പ്രാവശ്യം പോയിട്ടും മണ്ണാറശാല അമ്മയെ കാണാൻ സാധിച്ചില്ല. കാരണം ഞങ്ങൾ പോകുന്ന ടൈം എനിക്ക് തോന്നുന്നു അമ്മ ചിലപ്പോൾ രാവിലത്തെ പൂജയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കാം. ആ സമയത്ത് സന്ദർശകൻ ഇല്ല. അങ്ങനെ ഞങ്ങൾ അകത്തൊക്കെ കയറി തൊഴുതു പ്രാർത്ഥിച്ചു. ഞാൻ അകത്ത് അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. പിന്നെ നമ്മൾ അപ്പൂപ്പൻകാവ്, പിന്നെ ഒരു ഭദ്രകാളി ദേവീക്ഷേത്രമുണ്ട്, അയ്യപ്പനുണ്ട്. ആ ഒരു ഏരിയയിൽ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുക്കും കേട്ടോ. പിന്നെ നമ്മളൊരു ആമക്കുളമുണ്ട്, പക്ഷെ അവിടെ ഒരു ഒറ്റ ആമയില്ലായിരുന്നു കേട്ടോ. മൊത്തം കുളം കലങ്ങി കിടക്കുമായിരുന്നു. കുളം ഇങ്ങനെ കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഒറ്റ ആമയെ കണ്ടില്ല. എന്താണെന്നറിയാം, സാധാരണ നിറച്ച ആമയുള്ളൊരു കുളമാണ് അവിടെ. അങ്ങനെ അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. സർപ്പദൈവങ്ങൾ പ്രാർത്ഥിച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദൈവമാണ് കേട്ടോ സർപ്പത്താമാർ. സത്യം പറയാതെ വിളിപ്പുറത്താണ് സർപ്പത്താമാർ കേട്ടോ. എനിക്ക് അത്ര പ്രിയപ്പെട്ട ദൈവവും കൂടിയാണ് സർപ്പദൈവങ്ങൾ. അങ്ങനെ സർപ്പദൈവങ്ങളെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് വഴിപാടെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു. നമ്മുടെ കണ്ണൻകുട്ടൻ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയപ്പോൾ ഒരു 8:30-9 മണിയായി. ആ സമയം അവരടി തുടങ്ങി. വിശക്കുന്നു വിശക്കുന്നു വിശക്കുന്നു. ഈ വിശപ്പ് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ, അത്ര വലിയ ആഹാരമൊന്നും കഴിക്കില്ല. അങ്ങനെ ഞാനും പൊന്നുകുട്ടിയും ഓരോ മസാല ദോശയും, കണ്ണൻകുട്ടൻ ഒരു നെയ് റോസ്റ്റും, അണ്ണനൊരു പ്ലെയിൻ റോസ്റ്റുമാണ് ഓർഡർ ചെയ്ത്. കണ്ണൻകുട്ടൻ്റെ ദോശയൊന്നും അവൻ മുഴുവൻ കഴിക്കില്ല കേട്ടോ. പിന്നെ അവനെ ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മളൊരെണ്ണം ഓർഡർ ചെയ്യുന്നത്. അത് ഞാനും രാജേഷണ്ണോ അല്ലെങ്കിൽ പൊന്നുകുട്ടി ആരെങ്കിലും ആയിട്ട് 50-50 ഒക്കെ എടുക്കും. അവൻ അത്രയൊന്നും കഴിക്കില്ല. അതിനുശേഷം ഞങ്ങൾ ബസ്സിൽ കയറി ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വന്നു. മണ്ണാറശാലയിൽ ഇപ്പോൾ ഈ ട്രെയിന് പോകുന്നതുകൊണ്ടുള്ള വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ മണ്ണാറശാലയിൽ എത്തുകയും ചെയ്യാം. നമുക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി മുരുക ഭഗവാനെ
കാണുകയും ചെയ്യാം. വലിയൊരു ഭാഗ്യമാണത്. കുഞ്ഞ് 2 മയിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം സമയം കുറച്ചായിരുന്നു. കാരണം ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണാറശാലയിൽ സമയമെടുത്ത് തന്നെ നിന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. വലിയ തിരക്കും കാര്യങ്ങളൊന്നും 2 അമ്പലങ്ങളിലും ഇല്ലായിരുന്നു. കാരണം ഇപ്പോൾ സീസണൊന്നും അല്ലല്ലോ, വൃശ്ചിക മാസമൊക്കെ ആകുമ്പോഴാണ് ഇവിടെ എല്ലായിടത്തും നല്ല തിരക്കുകൾ വരുന്നത്. കർക്കിടക മാസം ആയതുകൊണ്ടായിരിക്കാം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു 2 സ്ഥലത്തും. ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നമ്മുടെ പഴനിയിലെ മുരുകൻ നിൽക്കുന്നത് പോലെയാണ് കേട്ടോ നിൽക്കുന്നത്. ആ ഒരു രൂപമാണെന്നാണ് പറയുന്നത്. എന്തോ തെക്കൻ പഴനിയോ അങ്ങനെ എന്തൊക്കെയോ ഇതുണ്ട് കേട്ടോ, എനിക്ക് കൂടുതൽ അറിയില്ല. അവിടെയും നാരങ്ങാമാലയൊക്കെ ഭഗവാന് വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം 2 അമ്പലത്തിലും തൊഴുതി സമാധാനമായി ഞങ്ങളൊരു ഓട്ടോയിൽ കയറി റെയിൽവേ സ്റ്റേഷനിലോട്ട് തിരിച്ചു പോരുവാണ് കേട്ടോ. ഏകദേശം സമയമായി ട്രെയിൻ വരാൻ. ഏതാണ്ട് 12 മണി 12:30 11:30 12 മണി ആ ഒരു സമയത്ത് എന്തോ ആണ്. സത്യം പറയാലോ ഈ റെയിൽവേ ടൈം എല്ലാം എനിക്ക് രാകേഷണ്ണം പറഞ്ഞു തരുവേ. ആ സമയത്ത് ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ചിന്തിച്ച് നിൽക്കുകയായിരിക്കും. പല പല ചിന്തകളാണല്ലോ മനസ്സിൽ കൂടെ ഓടിപ്പോകുന്നത്. അപ്പോൾ ആ ട്രെയിനിൻ്റെ ടൈം ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു പോകും. അണ്ണൻ ട്രെയിനിൻ്റെ പേര് വരെ എനിക്ക് പറഞ്ഞു തരാറുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ മറന്നു. അങ്ങനെ 12:45 ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി വീട്ടിൽ വന്ന് ചോറ് വെച്ച് കഴിക്കണം. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.